നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്നലെ കണ്ട് എന്താണ് വേൾഡ് കപ്പിൻ്റെ ഫൈനല്? അല്ല, ഞാൻ 1994 മുതലുള്ള വേൾഡ് കപ്പുകളുടെ ഫൈനലുകൾ കാണുന്നുണ്ട്. ഇത്രയും മോശമായൊരു ഫൈനൽ മത്സരം കണ്ടിട്ടില്ല. ഒരു ടീം കളിക്കുക, മറ്റേ ടീം എങ്ങനെയെങ്കിലും അങ്ങ് 90 മിനിറ്റ് ആക്കിയാൽ മതി, എന്നിട്ട് എക്സ്ട്രാ ടൈം കിടന്നാൽ മതി എന്ന് മട്ടിൽ നിൽക്കുക. ജയിക്കാനായി ഒരു ടീമേ കളിച്ചുള്ളൂ. അവർ ജയിച്ചു, അവർ കപ്പും കൊണ്ടുപോയി. മാർജിൻ ഇത്ര നാരോ ആയത് എന്ത് എന്ന് മാത്രമേ സംശയമുള്ളൂ. ഞാനൊരു ചിത്രം സ്ക്രീനിൽ വെക്കാം, ഒന്ന് നോക്കിയാൽ മതി. ഇതിലുണ്ടല്ല എന്താ സംഭവിച്ചതെന്ന്. ആ റെഡ് സ്പൈക്കുകൾ മൊത്തം സ്പെയിനിൻ്റെ മുന്നേറ്റങ്ങളുടേതാണ്, അവരുടെ ഷോട്ടുകളുടെയും മറ്റും കണക്കാണ്. ആ യെല്ലോ സ്പൈക്ക് വരുന്നത് എപ്പോഴാണ്? ഓൾറെഡി സ്പെയിന് ഗോളടിച്ചതിന് ശേഷമുള്ള 2 യെല്ലോ സ്പൈക്കുകൾ. അത് അവസാനം ഒരു ശ്രമം നടത്തി നോക്കിയതിനപ്പുറത്തേക്ക് അർജൻറ്റീന ഈ കളി ജയിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അത്രയും സമയം ഉറക്കമിളച്ച് അവർക്ക് വേണ്ടി ആർപ്പ് വിളിച്ച ആരാധകരെ തീർത്തും നിരാശരാക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് അവർ നടത്തിയത്. ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ടീമിന് എന്ന് കോച്ച് ലണൽ സ്കലോനി കളിക്ക് ശേഷം പറയുന്നുണ്ട്. അത് ഒരർത്ഥത്തിൽ യാഥാർത്ഥ്യവുമാണ്. പരേഡസിനെ ആദ്യം ഇറക്കാൻ പറ്റിയില്ല, അദ്ദേഹം 100% ഫിറ്റ് ആയിരുന്നില്ല. കളി തുടർന്നു കൊണ്ടിരിക്കവേ ലിച്ചാൻഡ്രോ മാർട്ടീനസിനും ക്യൂട്ടി റൊമേറോക്കും ഒക്കെ പിൻവാങ്ങേണ്ടി വന്നു എന്നുള്ളത് സമ്മതിക്കുന്നു. എന്നിരുന്നാൽ പോലും അവരുണ്ടായിരുന്ന സമയത്താണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഒരു തരത്തിലും വിജയിക്കാനുള്ളൊരു ഇൻറ്റൻഷൻ ലയണൽ മെസ്സിയുടെയും സംഘത്തിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായില്ല. ഈ കണക്കുകൾ പറയുമെല്ലാം. അർജൻറ്റീന എത്രത്തോളം പരിതാപകരമായിട്ടാണ് കളിക്കളത്തിൽ നിന്നത് എന്നതിന് കൃത്യമായ കണക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുന്നു. അർജൻറ്റീന മാധ്യമം TYC സ്പോർട്സൊക്കെ ഇതെടുത്ത് വലിയ രൂപത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട്. അതായത് ഈ മാച്ചിൽ പൊസഷൻ നല്ല രൂപത്തിൽ സ്പെയിനായിരുന്നു, തർക്കമില്ലല്ലോ. അപ്പം സ്പെയിന് സാധാരണഗതിയിൽ ഈ വേൾഡ് കപ്പിൽ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ 65% ബോൾ പൊസിഷനുമായിട്ട് അവരങ്ങ് നിറഞ്ഞാടി. 852 സക്സസ്ഫുൾ പാസുകളാണ് കൊടുത്തത്. 800-ലധികം പാസുകൾ എന്ന് പറഞ്ഞാൽ അർജൻറ്റീന കൊടുത്ത സക്സസ്ഫുൾ പാസുകളുടെ ഓൾമോസ്റ്റ് ഡബിൾ. അർജൻറ്റീന 464 സക്സസ്ഫുൾ പാസുകളാണ് കൊടുത്തത്. അപ്പോൾ ഡിലാഫ്യൂണ്ടയുടെ ടീം കളി കൺട്രോൾ ചെയ്തു എന്നതിൻ്റെ കൃത്യമായ കണക്കാണത്. ഇനി നോക്കുക, ഈ നാരോ മാർജിനാണല്ലോ, ഒരു ഗോളിനാണ് ജയിച്ചത് സ്പെയിന്. പക്ഷേ അതല്ലായിരുന്നല്ലോ കളിക്കളത്തിലെ സ്ഥിതി. കളിക്കളത്തിൽ വമ്പൻ ആധിപത്യം എപ്പോഴും അർജൻറ്റീനയുടെ ഫൈനൽ തേർഡുകളിലേക്ക് ബോളുകളുമായിട്ട് വരിക. അർജൻറ്റീന കൊടുത്ത പാസുകളിലധികവും ഡിഫൻസീവ് തേർഡിലായിരുന്നു എന്ന കണക്ക് കൂടി ഒപ്റ്റ പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ ടീം എന്ത് തരത്തിലുള്ള കളിയാണ് കളിച്ചതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കൃത്യമായ കണക്കുകളാണ് ഈ പറയുന്നത്. ഇനിയുള്ളൊരു കണക്ക് നിങ്ങളൊന്ന് കേൾക്കണം. അതായത് 20 ഷോട്ടുകളാണ് സ്പെയിൻ ഉതിർത്തത്. അതിൽ ഗോളാവാതെ പോയി 11 എമിലിയാനോ മാർട്ടീനസ് എന്ന മനുഷ്യൻ സേവ് ചെയ്തിട്ടതുകൊണ്ടാണ്. എമി ഇല്ലായിരുന്നെങ്കിൽ ഒരു 3-4 ഗോൾ അവിടെ കയറേണ്ടതാണ്. അത് എന്ന് പറഞ്ഞാൽ എമിയുടെ ആ ഒരു ചങ്കുറപ്പ് കാരണമാണ് വലിയൊരു ഹ്യൂമിലിയേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത്. മറുഭാഗത്തേക്കോ ആകെ അടിച്ച 2 ഷോട്ടുകൾ, അത് രണ്ടും ഉനായ് സിമോണൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഈ കളി ഏറ്റവും നല്ല രൂപത്തിൽ അടുത്ത് നിന്ന് വീക്ഷിച്ചൊരു മനുഷ്യൻ അത് ഉനായ് സിമോണായിരിക്കും, അല്ലേ? ലക്ഷറി സ്പെക്ടേറ്റർ. അദ്ദേഹത്തിന് അവിടെ നിന്നിട്ട് കളി നന്നായിട്ട് ഇങ്ങനെ വീക്ഷിക്കാൻ പറ്റി. എന്നല്ലാതെ ഒന്നും ചെയ്യാത്തൊരു അർജൻറ്റീന. ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും മോശം വേൾഡ് കപ്പ് ഫൈനലാണിത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.